ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതെന്ന് എങ്ങനെയെന്നറിയാൻ പലരും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുണ്ടാക്കിയ ചിത്രത്തിൽ തന്നെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. അതിനായിട്ട് ആ ചിത്രം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. സാധാരണഗതിയിൽ നമ്മൾ ഫേസ്ബുക്കിലോ മറ്റ് സ്ഥലങ്ങളിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് പോലെ ഫോട്ടോഷോപ്പിൽ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടാൻ പ്രയാസം വരും. അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പ വഴി ടൈപ്പിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. TYPEIT ടൈപ്പിറ്റ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ടെക്സ്റ്റാണോ ഫോട്ടോഷോപ്പിൽ മലയാളത്തിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് എവിടെ നിന്നെങ്കിലും കോപ്പി ചെയ്തുകൊണ്ട് വരിക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് വരികയോ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്വർഗം എന്നുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ സ്വർഗം ഒന്നുകിൽ കോപ്പി ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ജിമെയിലിൽ നിന്ന് വല്ലതും നമുക്ക് ടൈപ്പ് ചെയ്ത ശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്യുക. ജിമെയിലിലെ ട്രാൻസ്ലിറ്ററേഷൻ യൂസ് ചെയ്തിട്ട് മലയാളത്തിൽ യൂണിക്കോഡിൽ ടൈപ്പ് ചെയ്യുക. ഇനി ഇതിനെ കോപ്പി ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ടൈപ്പിറ്റിൽ കൊണ്ടുവന്നിട്ട് കൺവേർട്ട് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പേസ്റ്റ് ഫ്രം എന്നുണ്ട്. അതിൽ യൂണിക്കോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഏതുതരം മലയാളം ഫോണ്ടാണോ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ തരത്തിലുള്ള ഫോണ്ടിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. സാധാരണ മലയാളം നല്ല ഭംഗിയുള്ള ഫോണ്ടുകൾ ഒന്നുകിൽ ISM ഫോണ്ടായിരിക്കും അല്ലെങ്കിൽ FML ഫോണ്ടായിരിക്കും. ഇപ്പോൾ ഞാനത് FML ഫോണ്ടിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺവേർട്ട് കൊടുത്തിട്ട് കോപ്പി ടു കൊടുത്ത് FML കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മലയാളം ഫോണ്ട് ചെയ്യുമ്പോൾ MLWO MLBO ആയിരിക്കും. ഇതുപോലെ. അങ്ങനെയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ FML ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വന്നു കഴിഞ്ഞു. അതിനെ നമുക്ക് ആവശ്യമുള്ള മറ്റ് ഫോണ്ടുകളിലേക്കോ ഒക്കെ മാറ്റാം. വലിപ്പം കൂട്ടാം, കളർ മാറ്റാം. ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യാം. That's it.